നാരായണ്യ പശുഭ്രാത സങ്കുലദ്രോണ്യലങ്കൃത ചിത്രദ്രുമ സുരോഗ്യാന കളകണ്ഠ വിജംഗമ സരിസരോമിരിച്ചോതി പുളിമണിവാലുകൈ ദേവസ്ത്രീ മഞ്ജനാമോദ സൗരഭാംബുനലൈയുത തസ്യ ദ്രോണ്യാം ഭഗവതോ വരുണസ്യ മഹാത്മനാ ഉദ്യാനമനുമന്നാമ ആക്രീഡം സുരയോഷിത സർവതോലംകൃതം ദിവ്യൈ നിത്യം പുഷ്പഫലദ്രുമൈ മന്ദാരീ പാരിജാതീശ്ച പാടലാശോകചന്ദകൈ ചൂതേ പ്രിയാളേ പൻസേ ആമ്രേ താമ്രമദൈരഭി കൗമുദീ നാളികേരൈശ്ച ഗർജുരേ ബീജപൂരകൈ മധുരേ സാലകാലേശ്ച പ്രമാണേന അരിഷ്ടോധംഗരപ്രക്ഷേ വടേ കിംശുകചന്ദനേ വിജുമന്തേ കോവിദാരേ സരളേ സുരദാരുഭി ദ്രാക്ഷേശ്വരജാംബോഭിർ ബദര്യാക്ഷാദയാമലൈ വീരൈ കവിത്യേ ഗംഭീരേ മൃദോ ബല്ലാതകാദിഭി തസ്മിൻ സരസുവിപുലം രസകാഞ്ചന പങ്കജം കുമുദോൽപലകൽഹാര ശതഭക്തശ്രിയോജിതം മത്തഷഡ്പദനിർദുഷ്ടം ശകുനിലേശ്ചലസ്വനേ ഹംസകാരണ്ഡവാകീർണം ചക്രാഭീസാരസേരഭി ജലഗോകുലകോയഷ്ടി ജാത്യൂകകുലപൂജിതം മത്സ്യകച്ചപസഞ്ചാര ചലത്പത്മജപ്പയ കദംബവേഗസലിനി പവഞ്ജുലൈർഭൃതം കുന്ദീ പുരവകാശോകി ശിരീഷൈ കുടജോർജേങ്കുദേ കുബ്ജേ സ്വർണ്ണയൂതിഭി നാഗപുന്നാഗജാതിഭി മല്ലികാശതപത്രേശ്ച മാധവീജാലകാദിഭി ശോഭിതം തീരജൈശാന്യേ നിത്യേ ഭൂവിരലം ധ്രുവേ തത്രീകഥാ തദ്ഗിരികാരണാശ്രയ കരേണുഭിർവാരണയൂതപശ്ചരൻ സഖണ്ഡകാന്തിജവേണുവേത്രവത് വിശാലഗുൽമം ഭൃജന്മനസ്പതി യദ്ഗന്ധമാത്രാതരയോ ഗജേന്ദ്ര വ്യാഘ്രാദയോ വ്യാളമൃഗാ സഖണ്ഡ മഹോരകാശ്ചാഭിഭയാഭ്രവന്തി സഗൗരവ കൃഷ്ണശരഭാശ്ചമര്യ. പെട്ടെന്ന് അത്രയും ഭയങ്കരമായി കളിച്ച് രസിച്ചിരിക്കുമ്പോൾ സ്വപ്നത്തിൽ പോലും കരുതാതെയാണ് പെട്ടെന്ന് ആ വ്യാഘ്രം വന്നിട്ട് കാലുകൾ പിടിക്കുന്നത്. അങ്ങനെയായിരിക്കും നമുക്കും. നമ്മൾ ചിന്തിക്കാതെ ഇരിക്കാത്ത സമയത്തായിരിക്കും നമ്മൾ വിചാരിക്കാത്ത കാര്യം നമ്മുടെ ജീവിതത്തിൽ നടന്ന് നമ്മളെല്ലാമാണെന്ന് കരുതിയതൊക്കെ പെട്ടെന്ന് നമുക്ക് ഇല്ലാതാവുകയും അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഭഗവാൻ മാത്രമേ നമുക്ക് ശാശ്വതമായിട്ടുള്ളൂ. ഈ ലോകത്ത് കാണുന്ന സർവ്വതും ഭാര്യയായാലും ഭർത്താവായാലും മക്കളായാലും ഏത് നിമിഷവും നമ്മളെ വിട്ട് പോകാനും അല്ലെങ്കിൽ രോഗം ഈ മുതലമാതിരി രോഗം വന്ന് പിടിപെട്ട് ഒരു നിമിഷം കൊണ്ട് നമ്മൾ ഇല്ലാതായി തീരുവാനും നമ്മുടെ ചുറ്റും നമ്മൾ അത് നടക്കുന്നത് കാണുന്നുണ്ട്. എന്നാലും ആർക്കും അത് തനിക്കും സംഭവിക്കും, അടുത്തത് ഞാനായിരിക്കും, അങ്ങനെ തനിക്കായിരിക്കാം, അവിടെ നമുക്കും അങ്ങനെ സംഭവിക്കാം എന്നുള്ള തോന്നൽ നമുക്കും ഉണ്ടാകുന്നില്ല. അത് അങ്ങനെ തോന്നിയിരുന്നെങ്കിൽ നമ്മൾ ഈ ഗജേന്ദ്രൻ തുളച്ച മാതിരി തുളയ്ക്കാതെ ഓരോ നിമിഷവും ആ ഭഗവാനെ ചിന്തിച്ച് ഭഗവാനെ കടികിട്ടിയപ്പോൾ എങ്ങനെയാണോ ആ ഗജേന്ദ്രൻ ഭഗവാനെ സ്മരിച്ചത് അതുമാതിരി ആദ്യമേ സ്മരിച്ചിട്ട് ഭഗവാനെ തന്നെ രമിച്ചുണ്ടായിരുന്നു. കടികിട്ടുന്നതുവരെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ നാം ഇപ്പോഴേ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതിനാൽ നമുക്ക് അത്ര വലിയ കടിയൊന്നും ഉണ്ടാവാതെ തന്നെ നാം ഭഗവാനെ സ്മരിക്കുന്നതിനാൽ നമുക്ക് ഭഗവാൻ അങ്ങനെയുള്ള സങ്കടങ്ങൾ തരാതെ തന്നെ നമുക്ക് മുക്തി നൽകും എന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും അപ്രകാരം ലഭിക്കട്ടെ എന്ന് ആലോചിച്ചുകൊണ്ട് പാരായണം ചെയ്യും. അന്യത്ര ക്ഷുദ്രാ ഹരിനാശസാധയ ശരണ്യബീജായതനുഗ്രഹേണ സകർമ്മ തത്തൈവിക്കരേണുവേ ഹൃദോമലച്ചുക്കളഭേദനുകൃത ഗിരിന്തരിന്നാ പരിതപ്രകമ്പയേ വിശേഷ്യമാണോ ലിഖുലപ്രകാശനേ സദോനിലം പങ്കജരേണുരോഷിതം ജിഗൻവിദുരാന്മകവിഹ്വലേഖന ഉദസ്സയൂപേന പ്രശാഖേന സരോവരാഭ്യാമസഭാഗമദ്ഭുതം വിഗാഹ്യ തസ്മിന്നതാമുവമ്മലം ഹേമാരവിന്ദോൽപലരേണുവാസിതം പഭൗനി കാമം നിജപുഷ്കരോധൃത
ആത്മാനമദ്ഭീഷ്ണഭയങ്കതക്രമാ സ്വപുഷ്കരേണോധൃതശീകരാമുപി നിഭായേൻ സംഭയൻ യഥാമഹി വിനീകരേണോ കളവാംശദുർമദോ നാജഷ്ടകൃഷ്ണം കൃപണോജമായയാ തത്ര കശ്ചിൻ നൃപദൈവ ജ്യോതിതോ ഗാവോ ബലീനാം ശരണേരുഷാബലി യദൃശ്ചൈവം ദശനം ഗതോ ഗജോ യഥാ ബലം സോതിബലോ വിചക്രമേ തഥാ തുരം യൂതപതിം കരേണവോ വിദൃശ്യമാനം തരസാ ബലീയസാ വിജുഗൃഷോ ദീനദിയോ ഭരേ ഗജാ വാഷ്ണിഗ്രഹാസ്ഥാരയിതും ന ശാസ്ത്രജൻ നിയുധ്യതോ ദേവമഭീന്ദ്രജ്ഞയോ വികർഷതോരന്തരതോ ബഹിർവിധ സമാസഹസ്രം യമജൻ വിഗമൻ മഹീപദേ സപ്രാണയോ ചിത്രമമം സകാമര തതോ ഗജേന്ദ്രസ്യ മനോബലൈസാം കായേന കീർത്തേന മഹാനഭൂദ്വയ വിദൃശ്യമാണസ്യ ജലേവ സീതതോ വിഭജയോ ഭൂസകലം ജലോകസാ ഇത്തം ഗജേന്ദ്രസ്യ യഥാപസംഗനം പ്രാണസ്യ ദേഹി വിവശോ യദൃച്ഛയാ അപാരയന്നാത്മവിമോചനേ ചിരം ദദ്യാഭിമാം ബുദ്ധി മദാഭ്യപദ്യതാ നമാമി ജ്ഞാതയാതുരം ഗജാ കുതക്കരണ്യാ പ്രഭവന്തി മോചിതും ഗ്രാഹേണ പാശേന വിധാതുരാഹൃതോ അഹം ജഥം യാമി പരമ്പരായണം യക്കശ്ചനേശാ ബലിനോദഘോരക പ്രചണ്ഡവേഗാദവികാമതോ വൃഷം വീതം പ്രസന്നം പരിപാദിത്യദ്വയാ മൃത്യുപ്രതാപചരണം തമേഹി. ഓം തത്സത്. ഇത് ശ്രീമദ് മഹാഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായാം അഷ്ടമസ്കന്ധേ ദ്വിതീയോധ്യായ ഗജേന്ദ്രോവത് ആഖ്യാനെ ദ്വിതീയോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇപ്പോൾ തനിക്ക് മൃത്യു വരും എന്നുള്ള അത്രയ്ക്കും ഭയങ്കരമായിട്ടുള്ള ആ വേദന ആണ് ഈ ഗജേന്ദ്രനെ ഭഗവാനെ പ്രാപിക്കുവാനും ഭഗവാൻ മാത്രമാണ് സർവസ്വവും ഭഗവാനിൽ കൂടിയേ തനിക്ക് ശാന്തി ലഭിക്കുകയുള്ളൂ. തൻ്റെ ഈ വേദനയ്ക്ക് ശാന്തി ലഭിക്കുവാൻ ഈ ലോകത്ത് വേറെ ആർക്കും സാധിക്കില്ല, ആ ഭഗവാനെ സാധിക്കുകയുള്ളൂ എന്ന് കരുതിക്കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് അടുത്ത അധ്യായത്തിൽ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. നമുക്ക് ഇപ്പോൾ ഒരു താമരപ്പൂ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഗജേന്ദ്രൻ സമർപ്പിക്കുന്നതാണെന്ന് കരുതി നമുക്ക് ഭഗവാന് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഈ ഒരു താമരപ്പൂ പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം അഷ്ടമസ്കന്ധം 3-ാമത്തെ അധ്യായം. ശ്രീശുഗോവാച ഏവം വ്യവസിതോ ബുദ്ധ്യ സമാധായ മനോഹൃതി ജജാവപരമം ജാപ്യം പ്രാഗ്ജന്മന്യശിക്ഷിതം. ജന്മാന്തര വാസനയുള്ളതുകൊണ്ട് ഈ ഗജേന്ദ്രൻ സാധാരണ ഗജേന്ദ്രനല്ല, പൂർവ്വജന്മത്തിൽ ഒരു രാജാവായിരുന്നു. ഗജേന്ദ്രനാവാനുള്ള കാരണം പിന്നീട് അടുത്ത അധ്യായത്തിൽ പരാമർശിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഗജേന്ദ്രൻ തൻ്റെ പൂർവ്വജന്മം ഭാഗ്യം കൊണ്ട്, അതുകൊണ്ടായിരിക്കാം ഇത്രപാട് ആളുണ്ടായിട്ട് നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്ത പുണ്യം കൊണ്ടായിരിക്കാം നമുക്ക് ഇവിടെ വന്നിരിക്കുവാനും ഇങ്ങനെ ഭഗവാനെ സ്മരിക്കാനും സാധിച്ചത്. എല്ലാ സ്ഥലത്തും അത് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. പ്രാഗ്ജന്മന്യ ശിക്ഷിതം. പൂർവ്വജന്മത്തിൽ ആ ഗജേന്ദ്രന് ലഭിച്ച ആ പുണ്യം കൊണ്ട് ഗജേന്ദ്രന് ഭഗവാനെ സ്മരിക്കുവാനും ഈ ദുഷ്കരമായ സമയത്ത് ഭഗവാൻ ഈ തൻ്റെ മനസ്സർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കാനും കഴിഞ്ഞത് അതുകൊണ്ടായിരിക്കാം. നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഈ ഇഹലോകത്തിൽ ചിലരൊക്കെ ചെറിയ കഷ്ടങ്ങൾ വരുമ്പോഴും ഒന്നും ഇല്ലാതായി തീരുന്നു, ചിലർ ഭഗവാനോട് അടുക്കുന്നു. നമ്മുടെ പൂർവ്വജന്മ കർമ്മം കൊണ്ടാണ് നമുക്ക് ഭഗവാനോട് അടുക്കുവാനും നമ്മുടെ കഷ്ടങ്ങളൊക്കെ തരണം ചെയ്യാനും സാധിക്കുന്നത്. കുട്ടികളില്ലാത്തവർ ആ കുട്ടികളില്ലാത്തതിൽ തന്നെ വ്യസനിച്ച് അത് മാത്രമാണ് സർവസ്വവും എന്ന് കരുതുന്നതും, വേറെ എന്തെങ്കിലും ദുരന്തം സംഭവിച്ചാൽ അതല്ലാതെ വേറെ ഇല്ല എന്ന് കരുതുന്നതും നമ്മൾ പല സ്ഥലത്തും കാണുന്നതാണ്. എന്നാൽ പൂർവ്വജന്മ
സുഹൃത്തം നിമിത്തം നമുക്ക് അത് തരണം ചെയ്ത് ആ കാര്യങ്ങൾ നമ്മെ ഭഗവാനോട് കൂടുതൽ അടുപ്പിക്കുന്നത് പലർക്കും നമുക്ക് കാണാവുന്ന നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് കാണാം. നമുക്ക് ദൈവം തന്ന ചെറിയ ദുഃഖങ്ങൾ നമ്മെ ഭഗവാനോട് കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്, അകറ്റുകയല്ല ചെയ്യുന്നത് എന്ന്. അതുമാതിരി ഈ മുതലയുടെ കടി ആ ഗജേന്ദ്രനെ ആദ്യം കുറച്ച് വിഷമം കൊടുത്തെങ്കിലും പിന്നീട് വളരെ ശാന്തിയും ആ ശാന്തി നിമിത്തം പൂർവ്വജന്മ ഇത് നിമിത്തം ഗജേന്ദ്രന് ഭഗവാനോട് കൂടുതൽ അടുപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഓം തത്സത്. ഗജേന്ദ്രോവാച ഓം നമോ ഭഗവതേ തസ്മൈ യദച്ചിദാത്മകം പുരുഷായ ധീമഹി യസ്മിന്നിദം യദശ്ചേദം യേനേദം യഇദം സ്വയം യോസ്മാത് പരസ്മാത് പരസ്തം പ്രബധ്യേ സ്വയംഭുവം യസ്വാത്മനീതിം നിജമായയാർപ്പിതം ക്വചിദ്വിവാദം ക്വചത്തത്തിരോഹിതം അവിദ്യദൃക്സാക്ഷിഭയം തദീക്ഷതേ സ ആത്മമൂലോ ഭഗവാൻ പരാത്പര കാലേന പഞ്ചത്വമിതേഷു കൃഷ്ണേഷു ലോകേഷു പാലേഷു സർവഹേതുഷു തമസ്തദാസി ഗഹനം ഗഭീരം യസ്തസ്യ പാലേ വിരാജതേ വിഭു നയസ്യ ദേവാർഷയപദം വിദു ജന്തു പുനഃ കോർധവിഗന്ധു നീരിദു യദാ നദസ്യാഗ്നി നിർവിജേഷ്ടദോ ദുരത്യയാനുക്രമണ സമാവദു ദിദൃക്ഷവോ യസ്യ പദം സുമംഗളം വിമുക്ത സംഗാമുനയസ്സു സാധവ ചരന്ത്യലോക ബൃഹമഘ്രണം വലേ ഭൂതാത്മഭൂതാസു സമേതേ ന വിദ്യത്തെ യസ്യ ജന്മ കർമ്മ വാ നാമരൂപേ ഗുണദോഷയേ വാ തദാപി ലോകാപേയ സംഭവായ സ്വമായയാ തന്നനുകാലമിച്ഛതി തസ്മൈ പരീശായ ബ്രഹ്മണേ അനന്തശക്തയേ അരൂപായോരുരൂപായ നമ ആശ്ചര്യ കർമ്മണേ. ആ ഭഗവാന്റെ ആ സ്വരൂപത്തെയും ആ ഭഗവാന്റെ ആശ്ചര്യ രൂപത്തെയും ഒക്കെയാണ് പറയുന്നത്. നമ ആത്മപ്രദീപായ സാക്ഷിനേ പരമാത്മനേ നമോ വിദൂരായ മനസശ്ചേതസാമഭി സത്വേന പ്രതിലഭ്യായ നൈഷ്കർമ്മേണ വിഭജിത നമ കൈവല്യനാഥായ നിർവാണസുഖസംവിദേ നമ ശാന്തായ ഘോരായ മൂഢായ ഗുണധർമ്മിണേ നിർവിശേഷായ സാമ്യായ നമോ ജ്ഞാനഗണായ ച ക്ഷേത്രജ്ഞായ നമസ്തുഭ്യം സർവാധ്യക്ഷായ സാക്ഷിണേ പുരുഷായ ആത്മമൂലായ മൂലപ്രകൃതയേ നമഃ സർവേന്ദ്രിയ ഗുണാദ്രഷ്ടേ സർവപ്രത്യഹേതവേ അസദാചായ യോക്തായ സദാഭാസായ നമഃ. നമോ നമസ്തേ കാരണായ നിഷ്കാരണായ ഭൂതകാരണായ സർവാഗമാത്മായ മഹാർണവായ നമോ ഭവർഗായ പരായണായ ഗുണാരണിച്ചന്ന കൃഷ്ണമായ തക്ഷോവിസ്ഫുരിതമാനസായ നൈഷ്കർമ്മ്യഭാവേന വിവർജിതാഗമ സ്വയം പ്രകാശായ നമസ്കരോമി. മാതൃപ്രപന്ന ശുഭാവാസ വിമോക്ഷനായ മാതൃപ്രപന്ന ശുഭാസ വിമോക്ഷനായ മുക്തായ ഭൂരി കരുണായ നമോലയായ സ്വാംശേന സർവഭൂതബ്രഹ്മണസി പ്രതീത പ്രത്യഗ്ദശേ ഭഗവതേ ഹൃദയേ നമസ്തേ. ആത്മാനജാപ്താ ഗൃഹവിത്തജ്ജനേഷു സക്തേ ദുഷ്പ്രാപണായ ഗുണസംഗവിവർജിതായ മുക്താത്മവേ സഹൃദയേ പരിഭാവിതായ ജ്ഞാനാത്മനേ ഭഗവതേ നമ ഈശ്വരായ. യം ധർമ്മകാമാർത്ഥ വിമുക്തികാമ ഭജന്ത ഇഷ്ടാംഗതിമാപ്നുവന്തി കിം പാശിശോ രാത്രി ദേഹമവ്യയം കരോതു മേ തദ്ഭയോ വിമോചനം. ഏകാകിനോ യസ്യ ന കഞ്ചനാർത്ഥം വാഞ്ചന്തി വൈ ഭഗവത് പ്രപന്ന അത്യദ്ഭുതം തച്ചരിതം സുമംഗളം ഗായന്ത ആനന്ദ സമുദ്രമഗ്നാ തമക്ഷരം ബ്രഹ്മ പരം പരേശ
അവ്യക്തമാധ്യാത്മികയോഗഗമ്യം അതീന്ദ്രിയം സൂക്ഷ്മവിവാദിദൂര അനന്തമാദ്യം പരിപൂർണമീഡേ യസ്യ ബ്രഹ്മാദയോ ദേവ വേദാലോകാശരാപര നാമരൂപവിവേചേന കൽയാജകലയാ കൃതാഃ യഥാതിശോക്തി സവിദുർഗവസ്തയോ നിര്യാതി സംയാന്ത സദസ്വരോചിഷ തഥായനോയം ഗുണസംപ്രവാഹോ ബുദ്ധിർമനഃക്കാനി ശരീരസർഗാ സവൈന ദേവാസുരമത്യനിര്യ നസ്തീന ഷണ്ഡൂന പുമാന്ന ജന്തു നായം ഗുണകർമ്മനസാനജാസ വിശേഷശേഷോ ദേവദാസശേഷ. ശ്രീമൻ നാരായണത്തിൽ പറഞ്ഞ മാതിരി ആ 98ാമത്തെ ദശകത്തിൽ പറയുന്നുണ്ട് ഭഗവാൻ എല്ലാം നോ 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 എന്ന് പറഞ്ഞിട്ട് എല്ലാമേ അല്ലാതെ അതല്ല 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 എന്ന് പറഞ്ഞിട്ട് ഒന്നുമല്ലാതെ ആരാണോ ശേഷി പിന്നീട് മറന്നുപോകും എന്ന് പറഞ്ഞിട്ട് ഈ ശ്ലോകം കണ്ടപ്പോൾ പറഞ്ഞു പോയതാണ്. ആ എല്ലാത്തെയും നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ യാതൊന്നാണോ ബാക്കി നിൽക്കുന്നത്? ഒന്നും അതല്ല ഇതല്ല മറ്റേതല്ല. ലോകത്ത് കാണുന്ന സർവസ്വവും ഭഗവാനല്ല. എന്നാൽ ഏതാണോ ഉള്ളത് അതാണ് ഭഗവാൻ. അപ്പോൾ കാണുന്നതൊന്നും ഭഗവാനല്ല, കണ്ടതൊന്നും ഭഗവാനല്ല, കാണാൻ പോകുന്നതുമല്ല. ആർക്കും കാണാൻ കഴിയാത്തത് എന്നാൽ എല്ലാവർക്കും അറിയാൻ കഴിയുന്നത് അതാണ് ഭഗവാൻ. അത് നിഷേധഭാവത്തിൽ ആ ഭഗവാനെ കാണിച്ചു തരികയാണ് ഗജേന്ദ്രൻ. സവൈന ദേവാസുരമർത്യദിവ്യം നസ്ത്രീന ഷണ്ഡോന പുമാൻ നജന്തു നായം ഗുണകർമ്മന സാന്നചാസ നിഷേധശേഷോ ജയദാസശേഷം എല്ലാം നിഷേധിച്ചതിന് ശേഷം യാതൊന്നും ശേഷിക്കുന്നത് അതാണ് ഭഗവാൻ. ജിജീവിഷേനാഹമിഹായുമുയാക്കിം അന്തർബഹിശ്രാവൃതയേവം ഇച്ഛാമി കാലേന യസ്യ വിപ്ലവ തസ്യാത്മലോകാവരണസ്യ മോക്ഷം സോഹം വിശ്വസൃജം വിശ്വം അവിശ്വം വിശ്വമേധസം വിശ്വാത്മാനന്ദജം ബ്രഹ്മ പ്രണതോസ്മി പരംപദം. അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ പ്രണമിക്കുന്നു. യോഗരന്തിര കർമാണോ ഹൃദിയോഗാഭിവാദിനേ യോഗിനീയം പ്രവശ്യന്തി യോഗേശം തം നദോസ്മ്യഹം. നമോ നമസ്തുഭ്യം അസഖ്യമേകം ശക്തിത്രയാഖിലദീഗുണായ പ്രപന്നപാലായ ദുരന്തശക്തയേ കതീന്ദ്രിയാണാമനവാപ്യവർമ്മനേ. നായം വേദസമാത്മാനം യച്ഛത്യാഹന്തി യാവദം തം ദുരജയമാഹാത്മ്യം ഭഗവന്തം വിദോസ്മ്യഹം. ഓം തത്സത്. ശ്രീശുഗോവാച. ഇപ്രകാരം ആ ഗജേന്ദ്രൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടിരുന്നു. അത്രേ ശ്രീശുരൻ പറയുകയാണ്, ഏവം ഗജേന്ദ്രമുപവർണിത നിർവിശേഷം ബ്രഹ്മാദയോ വിവിധലിംഗവിധാഭിമാന നൈവേദോ സസ്യപൂർണിഖിലാത്മകൃത്വാ തത്രാഖിലാമരമയോ ഹരിരാവിരാസി തം ത്വത്നാഥമുപലഭ്യ ജഗന്നിവാസ സ്തോത്രം നിശമ്യ വിവിധൈ സഹസംസ്തുവദ്ഭിഃ സംഗോമയേന ഗരുഡേന സുമഹ്യമാനഃ ചക്രായുധോ ഭൃതമതമാശ്രിതോ ഗജേന്ദ്ര. ചക്രായുധത്തോടുകൂടി ആ ഗരുഡന്റെ മേൽ അവിടെ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇപ്രകാരം ദാ ഗജേന്ദ്രന്റെ മുന്നിൽ ആ ഗരുഡാരൂഢനായിട്ട് ഭഗവാൻ പ്രത്യക്ഷമായിരിക്കുകയാണ്. നമുക്കും നമ്മുടെ മനസ്സിൽ ആ ഭഗവാൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷനായിട്ടിരിക്കുന്നത് മാതിരി കണ്ടുകൊണ്ട് നമ്മുടെ മനസ്സാകുന്ന ആ താമര ഭഗവാന്റെ തൃക്കാൽക്കൽ ഉള്ളോടുകൂടി ഈ ഗജേന്ദ്രൻ പ്രാർത്ഥിച്ചതുമാതിരി പ്രാർത്ഥിച്ച് സമർപ്പിക്കാം. സോന്ദസ്സരസ്സുരുബലേന ഗൃഹീത ആർത്തോ ദൃഷ്ട്വാ മതി
ശിഖരിംഗ ഉപാത്തചക്രം ഉക്ഷിപ്ത ശാംഭുജകരം വിരമാഹകൃഷ്ണ നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ആ ഗജേന്ദ്രന്റെ പീഡയെ അകറ്റിയതുമാതിരി ഇതാ നമ്മുടെ പീഡയും എല്ലാം ആ ഭഗവാൻ അകറ്റുകയാണ്. ഓം തത്സത്. ഇത് ശ്രീമദ് മഹാഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായാം അഷ്ടമസ്കന്ധേ മന്വന്തരാനുചരിതേ ഗജേന്ദ്രോപാഖ്യാനേ തൃതീയോധ്യായാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇവർ വായിച്ചിട്ടില്ല, ഇവർ വായിച്ചിട്ട് ആ ഗോഹു എന്ന മുതലയുടെയും പിന്നെ ഈ ഗജത്തിന്റെ പൂർവകഥയുമാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. പ്രണമ്യ ശിരസാദീശ ഉത്തമ ശ്ലോകമവ്യയം അകായതായ സോധാമ കീർത്തന്യ ഗുണസത്പദം സ്വനുകമ്പിതൈശേന പരിക്രമ്യ പ്രണമ്യകം ലോകസ്യ പശ്യതോ ലോകം സ്വമാഗമ മുക്ത അഗന്മുക്ത കിൽബിഷ യജേന്ദ്രോ ഭവൻ സ്പർശ വിമുക്തോ ജ്ഞാനബന്ധന പ്രാപ്തോ ഭഗവതോ രൂപം പീതവാസ ചതുർഭുജ. ആ ഗജേന്ദ്രന് ഭഗവാന്റെ സ്പർശം ലഭിച്ച ഉടനെ തന്നെ ഗജേന്ദ്രന് ഈ ജനന മരണ രൂപമായിട്ടുള്ള എല്ലാ അജ്ഞാനവും അകന്നു. അത്രേ ചതുർഭുജ ഭഗവാന്റെ സ്വരൂപം തന്നെ ലഭിച്ചു. എല്ലാവിധ ഇതിൽ നിന്നും മുക്തി നേടി ആ ചതുർഭുജ സ്വരൂപനായിട്ടുള്ള ഭഗവത് രൂപം തന്നെ ലഭിച്ചു എന്നാണ് ഈ 6ാമത്തെ അധ്യായത്തിൽ പാരായണം ചെയ്യുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ ഇന്ദ്രദ്യുമ്നൻ എന്നൊരു രാജാവായിരുന്നു ഈ ഗജേന്ദ്രൻ. ആ പൂർവ്വജന്മത്തിലുള്ള പുണ്യം കൊണ്ടാണ് ഇങ്ങനെ ആയത്. അതെങ്ങനെയാണ് അത് ആനയായത് എന്നതാണ് അടുത്ത അധ്യായത്തിൽ അടുത്ത ശ്ലോകങ്ങളിൽ പരാമർശിക്കുന്നത്. ഒരു ആശ്രമത്തിൽ ഭഗവാനെ തന്നെ ആലോചിച്ചുകൊണ്ട് ജടാധരയൊക്കെ ധരിച്ച് വളരെ ഭഗവാൻ മാത്രമാണ് സർവസ്വവും എന്ന് ചിന്തിച്ചുകൊണ്ട് മൗനഭ്രമത്തിൽ ഇരിക്കുന്ന അവിടെ ഒരു മഹാശയനായിട്ടുള്ള മുനി എത്തിച്ചേർന്നു. അത്രേ ആ മുനിയെ ഇദ്ദേഹം കണ്ടതേയില്ല. ഇദ്ദേഹം ഭഗവാനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മുനീശ്വരൻ വന്നത് അദ്ദേഹം വരുന്നില്ല. എന്നാൽ വേണമെന്ന് തന്നെ അപമാനിച്ചതാണെന്ന് കരുതി ആ മുനി, നീ ഇങ്ങനെ ഒന്നും അറിയാതെ ഇതുമാതിരി ഇരുന്ന ആനയെ പോലെ ഇരുന്ന നീ ആനയായി തീരട്ടെ എന്ന് പറഞ്ഞ് ശപിക്കുകയാണ് ഇത്രേ ഉണ്ടായത്. അങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് ഗജേന്ദ്രന് ഈ ആനയുടെ ജന്മത്തിൽ ഭഗവത് സ്മരണ ഉണ്ടാകാനും മുക്തി നേടാനും സാധിച്ചത്. കഴിഞ്ഞ ജന്മത്തിൽ ഒരു ഭയങ്കര ഭക്തനായിട്ടുള്ള ഒരു താപസനായിരുന്നു ഈ ഗജേന്ദ്രൻ. ഗജമായി പോകട്ടെ, നീ ഇങ്ങനെ മന്ദന്മാരിരുന്ന നീ ഗജമായി പോകട്ടെ എന്ന് ശപിക്കുകയാണ്. സ്മൃതി വിനാശിനി
സുതം സുഭവനം ഗരുഡാസനോഗ്രാത് ഏതൻ മഹാരാജ കവേരിതോ മയ കൃഷ്ണാനുഭാവോ ഗജരാജമോചനം സ്വർഗം യശസ്യം കലികൽമഷാപഹം ദുസ്വപ്നനാശം കുരുവയ്യ സുന്ദരാം. ഈ കഥ, ഗജേന്ദ്രന്റെ കഥ കേട്ടവൾക്ക് എല്ലാവിധ യശസ്സുകളും ലഭിക്കും. കലിയുടെ ദോഷം അകലും. ദുസ്വപ്നം, അതായത് രാത്രി ഉറക്കത്തിൽ കാണുന്ന ചീത്തത്തരം സ്വപ്നങ്ങൾ എല്ലാം നശിക്കും. ആരാണോ ശ്രദ്ധയോടുകൂടി ഈ ഗജേന്ദ്രന്റെ കഥ കേട്ടത് അവർക്ക് എല്ലാവിധ യശസ്സും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ശ്രീ ശുഖബ്രഹ്മർഷി പരീക്ഷിത് രാജാവിനോട് പറഞ്ഞത്. ഇതമാഹം ഹരിപ്രീതോ ഗജേന്ദ്രം ഗുരുസത്തമ സുന്നത സർവഭൂതാന സർവഭൂതമയോ വിഭോ. ശ്രീ ഭഗവാനുവാച ഹേമാം ത്വാം ച സരച്ഛേദം ഗിരികന്ധരകാനനം വേത്രകീചകവേണൂനാം ദുർമനി സുരപാദപാൻ സൃന്ദകാണിമാനി കൃഷ്ണാനി ബ്രഹ്മണോ മേ ശിവസ്യ ച ക്ഷീരോദം മേ പ്രിയം ധാമ സേതദീപം ച ഭാസ്വരം ശ്രീവത്സം കൗസ്തുഭമാലാം ദദാ കൗമോദിനി മമ സുദർശനം വാജജന്യം സുവർണം പദകേശ്വരം ശേഷം ച മൽക്കലാ സൂക്ഷ്മം ശ്രിയം ദേവിമദാശ്രയാം ബ്രഹ്മാണം നാരദം ഋഷിഭവം പ്രഹ്ലാദമേവ ച വത്സ്യ കൂർമ്മവരാഹവേ അവതാരേ കൃതാഹിനേ കർമ്മണ്യേനന്തപുണ്യാനി സൂര്യൻ സോമമുദാശനം പ്രണവം സത്യമവേക്തം ഗോവിപ്രാൻ ധർമ്മമവ്യയം ദാക്ഷായണി ധർമ്മപത്നി സോമകശ്യത്രയോരവി ഗംഗാ സരസ്വതി തന്നന്ത കാളിന്ദി സീതാവരണം ധ്രുവം ബ്രഹ്മകൃഷിം സപ്ത പുണ്യശ്ലോകം ച മാനവാൻ ഉത്ഥായ വരജാതാന്തേ വേദാസു സമാഹിത സ്മരതി മമ രൂപാണി ഉച്യന്തേ യേന സോഖിലാത്. അതായത് രാത്രി സമയം പുലർച്ചെ കാലത്ത് എഴുന്നേറ്റ് ഈ സ്വർവവും ആ ഗജേന്ദ്രൻ ഗ്രഹിച്ച കാടും ശ്രീവത്സം, കൗസ്തുഭം, മാല, കൗതുകം, സുദർശനം, മറ്റുള്ള എല്ലാ കലകളും, ഭഗവാന്റെ കല, മത്സ്യം, കൂർമ്മം, വരാഹം എന്നീ അവതാരങ്ങൾ, ഭഗവാന്റെ അവതാരങ്ങൾ, പ്രണവമാവുന്ന ആ ഓങ്കാരം, ഇതൊക്കെ ഗംഗാനദി, ദാക്ഷായണിയും ശിവഭഗവാൻ എല്ലാവരെയും സ്മരിക്കുന്നവൻ മോക്ഷത്തിന് അർഹനാണ് എന്നാണ് പറയുന്നത്. ഏമാം സ്തുവന്ധ്യമേനാംഗം ഹൃദിബുദ്ധ്യനിശാതയെ തേഷാം പ്രാണത്തെ ചാഹം ദദാമി വിമലാമതി. ശ്രീശുകവാച ഇത്യാദിശ്യ ഋഷികേശ ബ്രഹ്മായ ജലജോക്ത ഇത്യാദിശ്യ ഋഷികേശ പ്രജ്ഞായ ജലജോത്തമം ആശ്രയൻ വിബുധാനീകം ആരുരോഗാധിപം. ഓം തത്സത്. ഇത് ശ്രീമദ് മഹാഭാഗവതേ മഹാപുരാണേ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഒരു വഴക്കുണ്ടാവുകയും ദുർവാസാവ് ദേവന്മാരെ ശപിച്ചിട്ട് ഈ ദേവന്മാർക്ക് ജരാനര ബാധിക്കുകയും ആ ജരാനരയിൽ മോചനം നേടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ക്ഷാമം ലഭിക്കുന്നത് എന്ന് വെച്ചാൽ ദുർവാസാവിന് ഒരു മാല്യം ലഭിക്കുന്നു. ആ നല്ല മാല ദുർവാസാവ് തനിക്കെതിരാണെന്ന് കരുതിയിട്ട് ഇന്ദ്രന് കൊടുക്കുകയാണ്. ഇന്ദ്രന് കൊടുത്തപ്പോൾ ഇന്ദ്രൻ അത് തൻ്റെ തലയിൽ വെക്കുവാനും തലമുടി ചീകുവാനാണെന്ന് ഓരോ സ്ഥലത്തും ഓരോ മാതിരിയാണ് പറയപ്പെടുന്നത്. എന്തായാലും തൻ്റെ ഐരാവതത്തിൻ്റെ മേലെ വെച്ചിട്ട് തൻ്റെ മുടികൾ ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഐരാവതം അതിൽ വന്ന ഈച്ചകളും വണ്ടുകളുടെ ശല്യം സഹിക്കാതെ ആ മാല തുമ്പിക്കൈ കൊണ്ടെടുത്ത് താഴെയിട്ട് കാൽ കൊണ്ട് ചതച്ചരച്ചത്രയും. അത് കണ്ട ദുർവാസാവ് കണ്ടത് അത് മാത്രമാണ്. പെട്ടെന്ന് കോപം വരികയും ഈ ദേവന്മാർക്കെല്ലാം ജരാനരകൾ വരട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. അതുവരെ ജരാനരകളൊന്നുമില്ലാതെ എപ്പോഴും സുമുഖന്മാരായിട്ട് സുന്ദരന്മാരായിട്ടുണ്ടായിരുന്ന ആ ദേവന്മാർക്ക് ജരാനര ചിന്തിക്കാൻ പോലും കഴിയാത്തായിരുന്നു. എല്ലാവരും ഒട്ടേറെ വയസ്സുള്ളവരാണ്, ആരും അതിൽ ചെറുപ്പക്കാരില്ല. അപ്പോൾ ജരാനര വരട്ടെ എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും പല്ലില്ലാതെയും അതില്ലാതെയും നരച്ച മുടിയായി വളരെ ശോഷിച്ച് സർവ്വദേവന്മാരും വളരെയധികം ശോചനായി അവസ്ഥയിലായപ്പോൾ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി സങ്കടം പറയുകയും എല്ലാവരും ചേർന്ന് വൈകുണ്ഠനാഥൻ്റെ അടുത്ത് പോയിട്ട് എന്താണ് ഞാൻ പ്രതിവിധി എന്ന് ചോദിക്കുകയും ചെയ്യുന്നത്. എപ്പോഴും അഹങ്കാരം, ഒരുപക്ഷെ ദേവന്മാർക്ക് അഹങ്കാരം, ദേവേന്ദ്രനും അഹങ്കാരം വന്നിട്ടുണ്ടാവും. ആ അഹങ്കാരം ക്ഷമിപ്പിക്കാൻ വേണ്ടി എപ്പോഴും ഭഗവാൻ ഇങ്ങനെ ഒരു ശിക്ഷ നൽകുന്നതാണ്. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, നിങ്ങളും അസുരന്മാരും ചേർന്ന് ഈ പാലാഴി ക്ഷീരസാഗരം കടഞ്ഞിട്ട് ക്ഷീരോന്മദനം നടത്തിയിട്ട് അതിൽ നിന്നും അമൃത് വരും. ആ അമൃത് എടുത്ത് ഭക്ഷിച്ചാൽ നിങ്ങളുടെ ജരാനര ഇല്ലാതാകും എന്ന്. അങ്ങനെ അവർ അമൃതമദനം ആരംഭിക്കുകയും ആ അമൃതമദന സമയത്ത് പല പല വസ്തുക്കൾ വരുന്നതും
ലക്ഷ്മി ദേവി അതിൽ നിന്ന് വരുന്നതും ഒക്കെ ഓരോരോ അതത് സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് ഓർമ്മിക്കാം. ഇതിൽ ഇപ്പോൾ ഭഗവാനെ പ്രാർത്ഥിക്കാൻ വേണ്ടി, ഭഗവാനെ കാണാൻ വേണ്ടി ആദ്യം ഈ ബ്രഹ്മാവ് ദേവന്മാരെ സഹായിക്കാൻ വേണ്ടി ബ്രഹ്മാവ് ആ സ്തുതിക്കുന്നതും അതൊക്കെയാണ് ആദ്യത്തെ അധ്യായത്തിൽ. ഈ പഞ്ചമോധ്യായത്തിൽ ഒടുവിൽ അവർക്ക് അമൃത് ലഭിച്ചിട്ടും അമൃതിൽ നിന്നും അസുരന്മാർ കട്ടുകൊണ്ടുപോവുകയും അത് ഭഗവാൻ അവിടെ തന്നെ മോഹിനി രൂപയായിട്ട് രൂപത്തോട് വന്ന് വീണ്ടെടുക്കുന്നതും അങ്ങനെ ചെയ്തതുകൊണ്ട് വീണ്ടും അസുരന്മാരും ദേവന്മാരുമുള്ള യുദ്ധവും ഒക്കെയാണ് അടുത്ത കുറേ അധ്യായങ്ങളിലായിട്ട് പാരായണം ചെയ്യുന്നത്. പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് അനുസ്മരിക്കാം. അത് പഞ്ചമോധ്യായ. ഓം നമോ നാരായണായ. ശ്രീശുഭോവാച. രാജനുദിതമേ തത്തേ ഹരേ കർമാഘനനാശനം യജേന്ദ്രമോക്ഷണം പുണ്യം ദൈവതം